തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് രാഷ്ട്രീയ നേതാവ് സലാഹ് അൽ ബർദ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയും അംഗരക്ഷകരും ഉൾപ്പെടെ 2 ഡസൻ ഹമാസ് ഭീകരരും കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. ഗാസയിൽ ഹമാസിന് വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ. ഹമാസിന്റെ സർക്കാർ വിഭാഗത്തെയാണ് ഇക്കുറി ഇസ്രായേൽ ഉന്നം വെച്ചത്. ഗാസയിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ തലവനെയും കുടുംബത്തെയും ഇസ്രായേൽ വധിച്ച് നിർണായകമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ നീക്കം നടത്തി. ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടുന്ന ഹമാസിന്റെ ഭരണ സംവിധാനത്തെ നിയന്ത്രിച്ചിരുന്ന രാഷ്ട്രീയ നേതാവ് സലാഹ് അൽ ബർവീദിന്റെ വീട്ടിലാണ് ആക്രമണം നടത്തിയത്. അദ്ദേഹവും ഭാര്യയും കുടുംബവും ഒന്നാകെ ഈ എയർ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടു. സർക്കാർ തലവൻ എസ്ലാം അദ്ദലിസ്, ആഭ്യന്തര സുരക്ഷാ മേധാവി മഹബൂബ് അബു വത്ഫ എന്നിവരും കൊല്ലപ്പെട്ടു. അംഗരക്ഷകർ ഉൾപ്പെടെ 20ഓളം പേർ, 2 ഡസനിലടുത്ത് ആളുകൾ ഇവിടെ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. ആക്രമണം ഭയന്ന് രാഷ്ട്രീയ നേതാവ് സലാഹ് അൽ ബർവീദിന്റെ കുടുംബം ഒരു കെട്ടിടത്തിന്റെ ബങ്കറിലായിരുന്നു. എന്നാൽ കോൺക്രീറ്റ് ബങ്കറുകൾ തകർക്കുന്ന ബോംബിംഗ് ആയിരുന്നു ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്കിൽ ഉണ്ടായത്. ഇസ്രായേൽ വിമാനം ബോംബിട്ട സമയത്ത് ബങ്കറിൽ തന്റെ ഭാര്യയോടൊപ്പം അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു. ഹമാസിന്റെ പൊളിറ്റിക്കൽ തലവൻ ബർദ വലീൽ കുടുംബമായി നിസ്കരിക്കുന്ന സമയത്ത് തന്നെ ബർവീൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് എടുക്കപ്പെട്ടു എന്നാണ് ഹമാസിന്റെ നേതൃത്വത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവായ താഹിർ അൽ നാനോ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആക്രമണം നടത്തി. എന്തൊരു ക്രൂരതയാണ് ഈ കൊലപാതകം! പ്രാർത്ഥിക്കുവാൻ പോലും ഞങ്ങളെ അനുവദിക്കാത്ത രീതിയിലാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പെരുമാറുന്നത് എന്നും ഹമാസിന്റെ മാധ്യമ ഉപദേഷ്ടാവ് താഹിർ അൽ നാനോ അപലപിച്ചു. ഹമാസ് ആദ്യം അവരുടെ തലവന്മാർ ഒന്നടങ്കം വീണത് സമ്മതിച്ചില്ല. കാരണം അവർക്കത് സമ്മതിക്കുവാനുള്ള നാണക്കേടുണ്ട്. യുദ്ധത്തിൽ ഇസ്രായേലിന്റെ വളരെ നിർണായകമായിട്ടുള്ള വിജയമായിരുന്നു ഈ കഴിഞ്ഞ പുലർച്ചെ ഉണ്ടായത്. എന്നാൽ ഇസ്രായേൽ സൈന്യം ഈ ആക്രമണത്തിന്റെ വീഡിയോ പുറത്തുവിട്ടതോടെ ഹമാസിന്റെ തലവന്റെ തല പോയത് പിന്നീട് വളരെ ബുദ്ധിമുട്ടോടെയാണെങ്കിലും ഹമാസ് അംഗീകരിക്കുകയായിരുന്നു. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നേതൃനിരയാണ് ഇസ്രായേൽ ഒറ്റ സ്ട്രൈക്കിലൂടെ തട്ടിക്കളഞ്ഞത്. ഹമാസ് അനുകൂല മാധ്യമങ്ങൾ ഞായറാഴ്ച രാവിലെ നടത്തിയ ബോംബാക്രമണത്തിന്റെ വാർത്തകൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടു. ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ ഓഫീസിലെ അംഗമായിട്ടുള്ള ബദവിൽ കൊല്ലപ്പെട്ടതായും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും കൊല്ലപ്പെട്ടതായും മറ്റ് ഹമാസിന്റെ ഉന്നത സർക്കാരിനെ നിയന്ത്രിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായിട്ടും അറിയിച്ചിരിക്കുന്നു. ഹമാസിന്റെ നേതൃത്വത്തിലുള്ള മാധ്യമ ഉപദേഷ്ടാവായ താഹിർ അൽനോ ഫേസ്ബുക്ക് പേജിലെ ഒരു പോസ്റ്റിൽ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഹമാസ് പറയുന്നത്, ഹമാസിന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട്, ഞങ്ങളുടെ തലവന്റെ രക്തവും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഒപ്പമുണ്ടായിരുന്ന രക്തസാക്ഷികളുടെ രക്തം ഗാസയുടെ വിമോചനത്തിനും ഇസ്രായേലിന്റെ തകർച്ചയ്ക്കും വേണ്ടി അത് ഉപയോഗിക്കും. ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുവാനുള്ള ഇന്ധനമായി ഈ പോരാളികളുടെ രക്തം ഉപയോഗിക്കും എന്നാണ് ഹമാസിന്റെ പ്രസ്താവന. കുറ്റവാളികളായ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ ദൃഢമായി സമരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്രമണം നടത്തുമ്പോൾ അവരെ പ്രതിരോധിക്കുവാനുള്ള എല്ലാ ശക്തിയും പരമകാരുണ്യവാൻ തരും എന്നാണ് അവരുടെ ഹമാസുമായി ബന്ധപ്പെട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടെ ഗാസയിലെ ജനങ്ങൾ, സാധാരണക്കാർ വളരെ ആശങ്കയിലാണ്. അവർ പറയുന്നത് ഗാസയിൽ വലിയ തോതിലുള്ള ഇസ്രായേലിന്റെ ആക്രമണമാണ് ഇപ്പോൾ രണ്ടാമത്തെ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ ഇസ്രായേൽ പട്ടാളക്കാരുടെ മുഖം കുറച്ച് മനുഷ്യത്വവും കാരുണ്യവും ഒക്കെയുള്ളതായിരുന്നു, മനുഷ്യപ്പറ്റുണ്ടായിരുന്നു ആക്രമണത്തിന്. എന്നാൽ ഇപ്പോൾ യുദ്ധ കുറ്റകൃത്യവും ക്രിമിനൽ പ്രവൃത്തിയുമാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നാണ് ഗാസയിലെ പലസ്തീനികൾ പറയുന്നത്. കാരണം കുടിയൊഴിപ്പിക്കലില്ല, മുന്നറിയിപ്പില്ല, ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നില്ല. അത് ക്യാമ്പുകളാണോ, സ്കൂളുകളാണോ, അഭയാർത്ഥി കേന്ദ്രങ്ങളാണോ എന്ന് നോക്കാറില്ല. ഇസ്രായേൽ എവിടെയാണ് ബോംബ് വീഴുന്നത് എന്ന് ആർക്കും പറയാനാവാത്ത അവസ്ഥയാണ്. മുമ്പ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സുരക്ഷാ പാതയും സുരക്ഷിത താവളങ്ങളും ഇസ്രായേൽ ഇടനാഴികളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഇടനാഴിയുമില്ല, റോഡുമില്ല. ഇസ്രായേൽ നേരിട്ട് ആക്രമണം നടത്തുകയാണ്. കുടിയൊഴിപ്പിക്കൽ നോട്ടീസില്ല, മുന്നറിയിപ്പില്ല. അതുകൊണ്ട് തന്നെ ഗാസാവാസികൾ പരക്കം പായുകയാണ് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട്. എവിടെയാണ് ഭീകരവാദികളും ഹമാസിന്റെ ആളുകളും പാർക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഇസ്രായേലിനറിയാം. അതുകൊണ്ട് തന്നെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിൽ ഇത്തവണ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറെ ആശങ്കയിലാണ്. ഇതിനെതിരെ ഹമാസിനെതിരെ പുതിയ വ്യോമ കര സൈനിക നീക്കം ആരംഭിച്ചതായിട്ട് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഇതുവരെ വ്യോമസേന മാത്രമായിരുന്നു ഇസ്രായേലിന്റെ പോരാടുന്നത്. ഇപ്പോൾ കരസൈന്യം യുദ്ധം ആരംഭിച്ചു. ഇത് 2 മാസത്തിന് ശേഷമാണ് ഗാസയിൽ ഇസ്രായേലിന്റെ പീരങ്കികൾ ഉരുളുന്നത്. പീരങ്കി ഉണ്ടകൾ, അത് 2000 പൗണ്ടിന്റെ ഉണ്ടകൾ അമേരിക്കയിൽ നിന്ന് ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം ജോ ബൈഡൻ തടഞ്ഞുവെച്ച ആ പീരങ്കി ഉണ്ടകൾ 2000 പൗണ്ടിന്റെ ഉണ്ടകൾ കൊടുത്തു എന്നാണ്
ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. എന്താണെങ്കിലും പീരങ്കി ഉപയോഗിച്ചുള്ള യുദ്ധം ഇസ്രായേൽ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ പ്രതിധ്വനിക്കുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇസ്രായേലിന്റെ വിമാനങ്ങളും ഡ്രോണുകളും ആക്രമിക്കുന്നതിനോടൊപ്പം തന്നെ കരസേനയും കൂടി ഗാസയിൽ ആക്രമണം വളരെ ദ്രുതഗതിയിലാക്കിയതോടെ ജനവാസം കൂടുതൽ ദുരിതപൂർണമാവുകയാണ്. മറ്റ് എടുത്തു പറയേണ്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് യുദ്ധവുമായി മുന്നോട്ട് പോകുമെന്നും ഹമാസിന്റെ ഒരു ഭരണസ്ഥാപനവും ഗാസയിൽ അനുവദിക്കുകയില്ല, ഹമാസിന്റെ പരിപൂർണ നാശമാണ് ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്നും അദ്ദേഹം വീണ്ടും വ്യക്തമാക്കി. ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഗ്രൂപ്പിനെ ഞങ്ങൾ നശിപ്പിക്കും, ബന്ദികളെ വിട്ടുകൊടുക്കുക മാത്രമാണ് ഹമാസിന്റെ മുമ്പിലുള്ള പോഴമ്പഴി. ഏകദേശം 24ഓളം ബന്ദികളാണ് ഇസ്രായേലിൻ്റെതായി ജീവനോടെ ഗാസയിൽ ഇപ്പോഴും അവശേഷിക്കുന്നത് എന്ന് പറയുന്നു. ഈ 24 ബന്ദികൾക്ക് വേണ്ടി ഈ രണ്ടാമത്തെ യുദ്ധം തുടങ്ങിയതിന് ശേഷം തന്നെ 2000ഓളം പലസ്തീനികൾ മരിച്ചു. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ മാത്രം 400 പലസ്തീനികൾ ഹമാസുമായി ബന്ധപ്പെട്ടവർ ഗാസയിൽ മരിച്ചു. എന്നിട്ടും ഈ 24 ബന്ദികൾക്ക് വേണ്ടി ഇവരെന്ത് പൊട്ടന്മാരാണ് ഈ ഹമാസ്. അവർക്ക് 24 ബന്ദികൾക്ക് വേണ്ടി എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളെ ആണ് കൊന്നൊടുക്കുന്നത് ഇസ്രായേൽ. എത്ര 10,000കണക്കിന് ജനങ്ങളെയാണ് പരിക്കേൽപ്പിക്കുന്നത്. വീണ്ടും ഗാസയെ പരിപൂർണമായിട്ട് തകർക്കുകയാണ്. കുറഞ്ഞത് 400 പേരെങ്കിലും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടതായിട്ട് പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നു. അതിൽ പകുതിയിലധികവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നാണ് അവർ പറയുന്ന ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം. ഗാസ മുനമ്പിൽ റഫ നഗരത്തിൽ ഒരു വീട്ടിൽ ഇസ്രായേലി വിമാനം ബോംബ് ഇട്ട് ആ കുടുംബത്തെ മുഴുവൻ തകർത്തതായി പലസ്തീൻ ഡോക്ടർമാർ പറയുന്നു. യുദ്ധം അന്തിമമായിട്ട് അവസാനിക്കുന്നില്ല എന്നും ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്ന ഒരു ചർച്ചയ്ക്കും ഇസ്രായേൽ തയ്യാറല്ല എന്നും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇപ്പോഴത്തെ ലക്ഷ്യം ഗാസയിൽ നിന്ന് പരിപൂർണമായ ഒരു കുടിയൊഴിപ്പിക്കലാണ്. ഗാസവാസികൾ അവിടെ നിന്ന് വിട്ടുപോവുക, അവിടെ അവശേഷിക്കുന്ന ഭീകരരെ കൊല്ലുവാനും അല്ലെങ്കിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുവാനും അതുമാത്രമേ മാർഗമുള്ളൂ എന്നും ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നു. ഗാസയെ തകർക്കുന്ന വൻ വ്യോമാക്രമണത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അറബ് യൂണിയൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം വെടിനിർത്തൽ ആവശ്യപ്പെടുകയാണ്. ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവർ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇസ്രായേൽ ഇത്തരത്തിലുള്ള വലിയ യുദ്ധ കുറ്റകൃത്യവുമായി മുന്നോട്ട് പോകരുതെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരു കാരണവശാലും പൗരന്മാരെയും ജനങ്ങളെയും വധിക്കുന്ന തരത്തിലുള്ള ആക്രമണം അതിൽ നിന്ന് പിന്മാറണമെന്ന് ബ്രിട്ടൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗാസയിലേക്കുള്ള ചരക്ക് പ്രവേശനം പരിപൂർണമായിട്ട് ഇസ്രായേൽ തടഞ്ഞു. വെള്ളം, വൈദ്യുതി, അതുപോലെ തന്നെ ഇന്ധനത്തിന്റെ കടത്ത് എന്നിവ തടഞ്ഞു. സാധനങ്ങളില്ലാതെ വീണ്ടും ഗാസയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. നെതന്യാഹുവിന്റെ വിദേശനയ ഉപദേഷ്ടാവ് ഒഫീർ ഫാക്ക് പറയുന്നത്, ഹമാസ് സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ജനങ്ങൾക്ക് എന്ന പേരിൽ കടത്തിക്കൊണ്ടുപോകുന്ന ഇന്ധനം, ഭക്ഷണം, മരുന്ന് എന്നിവയെല്ലാം ഹമാസ് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇത്തരം അവശ്യ വസ്തുക്കൾ തട്ടിയെടുത്ത് ഉപയോഗിക്കുന്ന ഹമാസിന്റെ തന്ത്രം അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് ഗാസയിലേക്കുള്ള മുഴുവൻ അവശ്യ സാധനങ്ങളുടെ വരവ് നിരോധിച്ചിരിക്കുന്നത് എന്ന് നെതന്യാഹുവിന്റെ വിദേശനയ ഉപദേഷ്ടാവ് ഒഫീർ ഫാക്ക് അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.